ഓസ്ട്രേലിയയിൽ പങ്കാളിത്ത വിസ ലഭിക്കുന്നതിനുള്ള കാത്തിരിപ്പ് പലർക്കും 2 വർഷത്തിലധികമായി. മനഃപൂർവ്വം വൈകിക്കുന്നതല്ലെന്ന വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് ഇമിഗ്രേഷൻ മിനിസ്റ്റർ. രാജ്യത്ത് ബ്രിഡ്ജിംഗ് വിസകളിൽ കഴിയുന്നവരുടെ എണ്ണം 4 ലക്ഷം കടന്നു. ഓസ്ട്രേലിയയിൽ നിന്നും പെനീന മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സ്പൗസ് വിസ വൈകിക്കുന്നത് കുടിയേറ്റ നിയമങ്ങളുടെ ലംഘനമല്ലെന്ന് ഇമിഗ്രേഷൻ മന്ത്രി ടോണി ബർഗ്. നെറ്റ് മൈഗ്രേഷൻ നിരക്കുകൾ കുറച്ചു കാണിക്കാൻ സർക്കാർ മനഃപൂർവ്വം സ്പൗസ് വിസ നടപടികൾ മന്ദഗതിയിലാക്കുകയാണെന്ന ആരോപണങ്ങൾ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ മന്ത്രി ടോണി ബർഗ് നിഷേധിച്ചു. നിലവിൽ സ്പൗസ് വിസ അപേക്ഷകൾ പ്രോസസ് ചെയ്യുന്നതിൽ 2 വർഷത്തോളം കാലതാമസം നേരിടുന്നുണ്ടെന്ന് മന്ത്രി സമ്മതിച്ചു. എന്നാൽ ഇത് ഭരണപരമായ കാലതാമസം മാത്രമാണെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. കുടിയേറ്റ നിരക്ക് നിയന്ത്രിക്കാൻ സർക്കാർ ഈ കാലതാമസത്തെ ഒരു പരോക്ഷ മാർഗമായി ഉപയോഗിക്കുകയാണെന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും അപേക്ഷകൾ പ്രോസസ് ചെയ്യാനെടുക്കുന്ന സമയം ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റിൽ വ്യക്തമാക്കുന്നതിനാൽ അപേക്ഷകർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഭ്യന്തര വകുപ്പിന്റെയും ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും കണക്കുകൾ പ്രകാരം 4 ലക്ഷത്തിലധികം ആളുകളാണ് ഓസ്ട്രേലിയയിൽ ബ്രിഡ്ജിംഗ് വിസയിൽ കഴിയുന്നത്. നിലവിലെ മൈഗ്രേഷൻ സംവിധാനം ആശങ്കാജനകമാണെന്നും ഇത് സർക്കാരിന്റെ മോശം മാനേജ്മെന്റിന് തെളിവാണെന്നും ഷാഡോ ഹോം അഫയേഴ്സ് മിനിസ്റ്റർ ജോൺ ഡാനിയം വിമർശിച്ചു. വിസ സ്റ്റാറ്റസിൽ അന്തിമ തീരുമാനമാകുന്നതുവരെ താൽക്കാലികമായി നൽകേണ്ട ബ്രിഡ്ജിംഗ് വിസകൾ സർക്കാരിന്റെ വീഴ്ച കാരണം ആളുകൾക്ക് ദീർഘകാലം രാജ്യത്ത് തുടരാനുള്ള മാർഗമായി മാറുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ സ്കിൽഡ് വർക്കേഴ്സ് വിസ പ്രോസസ്സിംഗ് നടക്കുമ്പോൾ അവർക്ക് രാജ്യത്ത് തുടരാൻ ബ്രിഡ്ജിംഗ് വിസകൾ അത്യാവശ്യമാണെന്നും ഇത് ദേശീയ താൽപര്യത്തെ മുൻനിർത്തിയുള്ളതാണെന്നും മന്ത്രി വാദിച്ചു. ഇതിനിടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് മറ്റു ചില രാജ്യക്കാരെ അപേക്ഷിച്ച് കൂടുതൽ കാലം സ്പൗസ് വിസയ്ക്ക് കാത്തിരിക്കേണ്ടി വരുന്നതായും ആരോപണമുണ്ട്. പെനീന മാത്യു, 24 ഓസ്ട്രേലിയ.